മുസ്ലിം ലീഗ് UDFന്റെ കരുത്താണെന്ന് തെളിയിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത്. നിലവിലെ സിറ്റിംഗ് സീറ്റുകളിൽ എക്കാലത്തെയും റെക്കോർഡ് വിജയമാണ് ഇത്തവണ മുസ്ലിം ലീഗ് നേടിയെടുത്തത്. മാത്രമല്ല, മലബാർ മേഖലയിലെ UDF മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് കരുത്ത് കാണിച്ചതോടെ ചരിത്ര വിജയത്തിലേക്ക് UDF സ്ഥാനാർത്ഥികൾ കൈപ്പിടിച്ച് കയറുകയായിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ഭീഷണികളെ അതിജീവിച്ചാണ് ലീഗ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനുള്ള CPMന്റെ കഠിന ശ്രമങ്ങളെ നിഷ്ഫലമാക്കിയാണ് മലപ്പുറത്തും പൊന്നാനിയിലുമുള്ള UDFന്റെ തേരോട്ടം. ഉജ്ജ്വല പ്രകടനത്തിലൂടെ ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തെ സുൽത്താനെന്നും ചരിത്രം സൃഷ്ടിച്ച പൊന്നാനിയിൽ ഇനി സമാധാനക്കാലമെന്നുമാണ് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. മലപ്പുറത്ത് 2019 കുഞ്ഞാലിക്കുട്ടി നേടിയ 2,60,153 റെക്കോർഡ് ലീഡ് മറികടന്ന് 3,118 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ET നേടിയെടുത്തത്. 2,35,760 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സമാധാനിക്കുള്ളത്. 2019 ET പൊന്നാനിയിൽ നേടിയ 1,93,273 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇനി പഴങ്കഥയായി. സമസ്തയിലെ ലീഗ് വിരുദ്ധ ഭീഷണി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷയിടങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് ലീഗ് കാഴ്ചവെച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറത്ത് ETക്കെതിരെ DYFI സംസ്ഥാന പ്രസിഡന്റ് B വസീഫും പൊന്നാനിയിൽ സമാധാനിക്കെതിരെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട KS ഹംസയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണെന്ന നിലയിലായിരുന്നു അവതരിക്കപ്പെട്ടത്. എന്നാൽ സമസ്ത ലീഗ് വിള്ളൽ മുതലെടുക്കാൻ മലപ്പുറത്ത് CPMന് സാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. മലപ്പുറത്തിന് പുറത്ത് ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നും സമസ്ത പ്രശ്നം പ്രതിഫലിച്ചില്ലെന്നും പുതിയ ഫലസൂചനകൾ കാണിച്ചു തരുന്നു. മലബാർ മേഖലയിലെ വയനാട്, വടകര, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിലെല്ലാം പിറന്നത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. അതേസമയം സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ ഉരുണ്ടുകൂടിയ രോഷം എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്ന ആശങ്കയിലാണ് നേതൃത്വം. ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് UDFന്റെ കരുത്താണ് തെളിയിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.